അർഹതയില്ലാത്ത രൂപത്തിലുള്ള ഒന്നും കയ്യിലേക്ക് വാങ്ങരുത്. മറ്റൊന്നാണ് വൻകുറ്റങ്ങളിൽപ്പെട്ടൊരു സമ്പാദ്യമാണ് കൈക്കൂലി സ്വീകരിക്കുക എന്ന് പറയുന്നത്. ലഅനല്ലാഹുർ റാശി വൽ മുർതശി വറായിശല്ലദീ ബൈനഹുമാ. കൈക്കൂലി കൊടുക്കുന്നവനെയും കൈക്കൂലി വാങ്ങുന്നവനെയും ഇടയിൽ ഒരു മധ്യസ്ഥനായി നിൽക്കുന്ന ബ്രോക്കറെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തിനൊക്കെയാണ് കൈക്കൂലി? ഞാൻ നീട്ടിപ്പരത്തി പറയാൻ എനിക്ക് സമയം പോരാ. എന്തിനൊക്കെയാണ് കൈക്കൂലി? വിനിയോഗത്തിന്റെ കുറച്ചുകൂടി കാര്യം പറയാണ്ട്, അതുകൊണ്ടാ സമ്പാദനം പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തിനൊക്കെയാ സഹോദരങ്ങളെ കൈക്കൂലി? അർഹതയില്ലാത്ത ഒന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന കൂലിക്കാണ് കൈക്കൂലി എന്ന് പറയാം. മനസ്സിലായില്ല? എന്നാ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലായി. നിങ്ങളെ മകനെ ഗൾഫിലൊരു ശരിക്കും ശ്രദ്ധിച്ചോ, ഗൾഫിലൊരു ഉന്നതമായ ജോലി വന്നിട്ടുണ്ട്. മോൻ അതിന് പറഞ്ഞാക്കാൻ പോവുകയാണ്. മോൻ എത്ര വയസ്സായി? മോനൊരു 10-22 വയസ്സായി, അല്ലെങ്കിൽ 24 വയസ്സായി. പക്ഷെ ആ ജോലിക്കൊരു നിബന്ധന ഉണ്ട്, ഡിഗ്രി പാസ്സാണ്. ഇയാൾ ഡിഗ്രി ഒന്നും എഴുതിയിട്ടില്ല, അയാളാകെ SSLC കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ആൾ നാട്ടിലൊരു തൊഴിലിനൊക്കെ പോയതാണ്. പഠിച്ചോനെ, എൻ്റെ മോൻ ആ ജോലി കിട്ടണല്ലോ. ഡിഗ്രി പഠിച്ചാൽ അതിന്റെ പേപ്പർ വാങ്ങി. മനസ്സിലാണ്ട? ഡിഗ്രി പഠിക്കാതെ പേപ്പറുകാരൻ ഡിഗ്രി എങ്ങനെ പേപ്പർ വാങ്ങി? ഉണ്ടാക്കുന്ന ആൾക്ക് കൈക്കൂലി കൊടുത്തു. പഠിച്ചിട്ട് വാങ്ങേണ്ട സംഗതിയാണത്. പഠിക്കാതെ പേപ്പർ വാങ്ങിയാൽ അത് അർഹതയാണോ? അല്ല, അനർഹമായതാണ്. ആ പേപ്പറും വെച്ചുകൊണ്ടാണ് ഇയാൾ ആ ജോലിയിലേക്ക് പറഞ്ഞേക്കുന്നത്. അവിടെ എത്തിയിട്ട് കടലാസ് പരിശോധിക്കുമ്പോ ഡിഗ്രിന്റെ പേപ്പർ ഉണ്ട്, സുന്ദരമായ പേപ്പർ. സമ്പാദ്യം മുഴുവനും മോശമാണ്, ഒന്നും ഹലാലല്ല. എത്ര ആളുകളുണ്ട് ഡിഗ്രിയോ ഡോക്ടറേറ്റോ PGയോ എന്താ വാങ്ങിയത്? എന്താ നേടിയത്? അനർഹമായ രൂപത്തിലുള്ള സമ്പാദ്യം. വലിയ കേട് വരും അതുകൊണ്ട്. സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സഹോദരന്മാരെ, വലിയ ഇടങ്ങേറ് വരും. ദുനിയാവിലും ഇടങ്ങേറ് വരും, ആഖിറത്തിലും ഇടങ്ങേറ് വരും. പഠിക്കാതെ ഡിഗ്രിക്ക് അയാൾ ചെലവാക്കിയത് 1 ലക്ഷം കൊടുത്തു. ആർക്കാണ് 1 ലക്ഷം? പേപ്പർ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ആൾക്ക് 20,000. അതിന്റെ മേലൊരാളുണ്ട് അധ്വാനിക്കാൻ വേണ്ടി, അയാൾക്കൊരു 40,000. വേറെ സ്ഥലത്തുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പിന്നൊരു 40,000. മൊത്തം 1 ലക്ഷം. ഈ കൊടുത്തൊരു ലക്ഷം കൈക്കൂലിയാണ്. ഈ വാങ്ങിയതോ അതും കൈക്കൂലിയാണ്. അതിനു വേണ്ടി ഇടയിൽ നിന്ന് പ്രവർത്തിച്ചതോ മധ്യസ്ഥനാണ്, കൈക്കൂലിന്റെ റോളിലാണ്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. പാടില്ല. അർഹതയില്ലാത്തൊരു വിഷയത്തിന് വേണ്ടി നമ്മുടെ കയ്യിലേക്ക് അത് വസൂലാക്കാൻ വേണ്ടി കൊടുക്കുന്നത്, അർഹതയുള്ളത് നഷ്ടപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്നതിനും പറയും കൈക്കൂലിന്ന്. ഒരാൾക്ക് കിട്ടേണ്ട സ്ഥാനമാണ്, അയാൾക്കത് കിട്ടിപ്പോകരുത്. അയാളിൽ നിന്ന് വേറൊരാൾക്കത് മാറിപ്പോകണം. അതിനു വേണ്ടി ഒരാൾക്ക് കൊടുത്തിട്ട് സ്വാധീനിക്കുന്നു. ഇപ്പൊ വന്ന് അപേക്ഷിച്ച ആള് അർഹനായ ആളാണ്, അധ്വാനിച്ച് ശരിയായ നിലക്ക് കിട്ടാൻ സാധ്യതയുള്ള ആളാണ്. അയാൾക്കത് കിട്ടരുത്. അയാൾക്കത് കിട്ടിയാല് നമ്മളൊരാളുണ്ടായ കിട്ടാതായി പോകും. അതുകൊണ്ട് അയാൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥര് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഇത്രയും തരാം, അയാളെ തൽക്കാലം കേറ്റരുത്. അപ്പൊ കിട്ടേണ്ട ആൾ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി കൊടുക്കുന്നു ഒരു കൂലി. ഇതിന്റെ പേരും കൈക്കൂലിയാണ്. നഊദു ബില്ലാഹ്. എത്രയാണ് ഈ രൂപത്തിൽ വർദ്ധിക്കുന്നത്? അനർഹമായ രൂപത്തിലുള്ള സമ്പാദ്യം വലിയ കേടുവരുത്തും. നല്ലോണം ശ്രദ്ധിക്കണം. വിദേശത്ത് ജോലി ചെയ്യുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, ഒരൊറ്റ രൂപ പോലും അർഹതയില്ലാത്ത രൂപത്തിൽ സമ്പാദിക്കരുത്. എത്രയാണ് അതിന്റെ ഗൗരവം എന്നറിയുമോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സകാത്തിന്റെ വിഹിതം സ്വീകരിക്കാൻ വേണ്ടി ഒരു സഹാബിനെ പറഞ്ഞയച്ചു. ആ സഹാബി തിരിച്ചു വരുമ്പോ സകാത്തിന്റെ വിഹിതം എന്ന് പറയുന്ന വിഹിതം ഏൽപ്പിച്ചിട്ട് പിന്നെ ഒരു 2-3 ആടും ഒട്ടകങ്ങളും അയാൾ തെളിച്ചു കൊണ്ടുപോകുമ്പോ തങ്ങൾ ചോദിച്ചു, അതേതാണ്? ആ ഒട്ടകം ഏതാണ്? ആ ആടുകൾ ഏതാണ്? അതെനിക്ക് ജനങ്ങൾ തന്നതാന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന് വീട്ടിലൊന്ന് ഇരുന്നൂടായിരുന്നില്ലേ? ആൾക്കാരങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നോ എന്ന് പരിശോധിക്കാമായിരുന്നല്ലോ.
ആയിരുന്നല്ലോ. ഇപ്പൊ പോയത് സക്കാത്തിന്റെ പിരിവിനല്ലേ? സക്കാത്തിന്റെ പിരിവിന് പോയ ആള് സക്കാത്തിനുള്ളത് മാത്രമേ വാങ്ങി വരാവൂ. ജനങ്ങൾ സ്വന്തത്തിന് തന്നാലും വാങ്ങിക്കൂടാ. തെറ്റിദ്ധാരണ വന്നുപോകും. അതേ സമയത്ത് ആ വിഷയത്തിൽ മോശപ്പെട്ട അഭിപ്രായങ്ങൾ വന്നുപോകും. അയാൾക്ക് കിട്ടേണ്ട സമ്പാദ്യമാണെങ്കിൽ ഒന്ന് പുരയിലൊന്ന് ഇരുന്നൂടെ, മുറ്റത്തൊരു കസാര ഇട്ടിരുന്നൂടെ, ആൾക്കാർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാലോ. അങ്ങനെ കിട്ടുന്ന ആളാണെങ്കിൽ പറയാമല്ലോ അങ്ങനെ കിട്ടിയതാണ് ഇത്. പിന്നെ ഇപ്പിരിവിന് വേണ്ടി മാത്രം പോയിട്ട്, ഈ സക്കാത്തിൻ്റെത് വാങ്ങാൻ വേണ്ടി മാത്രം പോയിട്ട് ഒരു സമ്പാദ്യം എങ്ങനെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അർഹതയില്ലാത്ത രൂപത്തിൽ ഒരു ചെറുത് നിങ്ങൾ കൈക്കലാക്കിയാൽ ആഖിറത്തിൽ അല്ലാഹു വിടൂല. എന്നിട്ട് സഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ പലരും എന്നോട് വന്നിട്ട് ചില കാര്യങ്ങൾ പറയും, അവരുടേതാണ് സത്യം എന്ന നിലക്ക് ഞാൻ വിധിയെഴുതി തരും. കൂട്ടത്തിൽ പറയട്ടെ, നിങ്ങൾക്ക് കിട്ടേണ്ട അർഹതയില്ലാത്ത ഒരു സ്വത്ത് നിങ്ങളെ സഹോദരന്റെ സ്വത്താണ്. വാചാലതന്റെ ഊക്കുകൊണ്ടോ, സ്ഥാനത്തിന്റെ വലുപ്പം കൊണ്ടോ, മാനത്തിന്റെ ഊക്കുകൊണ്ടോ മറ്റൊരാളുടെ സമ്പാദ്യത്തിൽ നിന്നൊരൊറ്റ ചാണ് കൈക്കലാക്കി പോയാൽ, മൻ അഖദ ശിബ്റം മിൻ അർളി അഖീ, സ്വന്തം സഹോദരന്റെ ഭൂമിയിൽ നിന്ന് അർഹതയില്ലാത്ത ഒരൊറ്റ ചാണ് വാചാലതയുടെയും സ്വീകാര്യതയുടെയും അധികാരത്തിന്റെയും പേരിൽ കൈക്കലാക്കി പോയാൽ, ദുൽമൻ, അന്യായമായിട്ട് അങ്ങനെ സ്വീകരിച്ചു പോയാൽ, തവ്വഖഹുല്ലാഹു ഇലാ അർളി സബഈൻ, ഖിയാമത്ത് നാളിൽ ആ മനുഷ്യൻ മഹ്ശറിലേക്ക് വരുമ്പോ ആ ഒരൊറ്റ ചാണ് ഭൂമി, അതിന്റെ 7-ാം ഭൂമി വരെ അവന്റെ കഴുത്തിൽ മാലയാക്കി അണിഞ്ഞിട്ട് അള്ളാഹു ജനങ്ങളെ മുന്നിൽ അവനെ പ്രത്യക്ഷപ്പെടുത്തും. അതുകൊണ്ട് അർഹതയില്ലാത്ത രൂപത്തിൽ ഒരൊറ്റ ചാണ് ഭൂമി പോലും കൈക്കലാക്കി കൂടാ. നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോ നിങ്ങളെ പറച്ചില് നോക്കിയിട്ടാണ് ഞാൻ വിധി എഴുതുന്നത്. സത്യം നിങ്ങൾക്കറിയാമല്ലോ. ശരിയായ നിലക്ക് ശ്രദ്ധിക്കണം, ശരിയായ നിലക്ക് സൂക്ഷിക്കണം. നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് കരുതിയിട്ട് ഞാൻ എങ്ങനെ വിധി എഴുതി? സത്യത്തിൽ നിങ്ങൾ ശരിയല്ല പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ദുനിയാവിൽ വഷളാക്കണ്ട എന്ന് കരുതിയിട്ട് മറച്ചു വെച്ചു എന്ന് കരുതിക്കോ, ആഖിറത്തിൽ രക്ഷപ്പെടൂല. സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അർഹതയില്ലാത്ത രൂപത്തിൽ കൈപ്പറ്റിയത് ഖിയാമത്ത് നാളിൽ മാലയായി അണിയിക്കപ്പെടും. അങ്ങനെ കൊണ്ടുവരേണ്ടി വരും. പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കള്, നാട്ടിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കള്, എല്ലാവരോടുമായി പറയട്ടെ, അർഹതയില്ലാത്ത ഒരൊറ്റ രൂപ പോലും കൈക്കലാക്കി കൂടാ. അതിലൊരു ബർക്കത്തും ഉണ്ടാകൂല. കൈക്കലാക്കുന്നതിനേക്കാൾ ഏറെ നഷ്ടമാണ് വരിക. ഒരുപക്ഷേ നിങ്ങൾ കൈക്കലാക്കി എന്ന് മദ്ലൂമായ ആൾക്ക്, നിങ്ങൾ മറ്റേ ആളെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടോ അപഹരിച്ചിട്ടോ ആക്രമിക്കപ്പെട്ട ആൾക്ക് ബോധ്യപ്പെട്ടിട്ട് ഒരൊറ്റ മനസ്സിന്റെ വേദന അല്ലാഹുവിലേക്ക് ഉയർന്നാൽ, ഇവിടെ കിട്ടിയത് ലക്ഷമാണെങ്കിലും ഇവിടെ സമ്പാദിച്ചത് കോടിയാണെങ്കിലും തകർന്ന് തരിപ്പണമാകും കേട്ടോ. മദ്ലൂമിന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കാതിരിക്കുമോ? ആ പ്രാർത്ഥനക്കും അല്ലാഹുവിനും ഇടയിൽ മറയില്ലല്ലോ. അത് മുസ്ലിം ആകട്ടെ, അമുസ്ലിം ആകട്ടെ, യഹൂദി ആകട്ടെ, നസ്രാനി ആകട്ടെ, ആരാകട്ടെ, മദ്ലൂമിന്റെ ഒരു ദുആ അല്ലാഹുവിലേക്ക് അത്രയും മൂർച്ചയുള്ള ദുആയല്ലേ. ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്. അന്യായമായിട്ടൊന്നും സമ്പാദിക്കരുത്. നിങ്ങളൊരു കടയിൽ ജോലി കിട്ടി, ആ കടയിൽ ജോലി കിട്ടിയപ്പോ നിങ്ങൾക്ക് എന്താണ് പണി? ആ കടയിൽ നിന്ന് മറ്റുള്ള പല ആളുകളിലേക്കും വിളി വരുമ്പോ അതേ അവരുദ്ദേശിക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. കൊണ്ടുപോയി കൊടുക്കുന്ന
കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്നൊരു ബില്ല് തന്നിട്ടുണ്ട്. ആ ബില്ലിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആളോട് നിങ്ങൾ പറഞ്ഞു, എത്രയാ ബില്ല്? ബില്ലിൽ എഴുതിയിരിക്കുന്നത് 125 ദിർഹം എന്നാണ്. 125 റിയാൽ എന്നാ എഴുതിയിരിക്കുന്നത്. ബില്ല് ചോദിക്കാത്ത രൂപത്തിലോ ബില്ല് എവിടെയെന്ന് അന്വേഷിക്കാത്ത രൂപത്തിലോ വീട്ടുകാരൻ എത്രയെന്ന് ചോദിക്കുമ്പോ ഒറ്റയടിക്കങ്ങ് പറഞ്ഞു പോയി 150 റിയാൽ എന്ന്. ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്ന 125ന്റെ കണക്കാണ്. 25 ആരുടേതാണ്? ഏത് വകുപ്പിലാണ്? എങ്ങനെ കിട്ടേണ്ടതാ? ശമ്പളം വേറെയുണ്ട്. ഈ 25 ഒരു വീട്ടിലേക്ക് പോയപ്പോ വസൂലാക്കിയത്, ഒരൊറ്റ വീട്ടിൽ നിന്ന് അങ്ങനെ 25 വസൂലാക്കിയെങ്കിൽ ഒരൊറ്റ ദിവസം നീ 10 വീട്ടിലേക്ക് പോകുമ്പോ അത്തരത്തിലുള്ളൊരു 10-25 വരുമ്പോ 250 റിയാല് സാലറി അല്ലാത്ത രൂപത്തിൽ നിന്റെ പോക്കറ്റിൽ ഒരു ദിവസം വരുമ്പോ നീ സന്തോഷത്തിലാണ്. 250 വേറെ കിട്ടിയല്ലോ. അങ്ങനെ ഒരു 10 ദിവസം 250 കൂട്ടിയിട്ട്, ഒരു 20 ദിവസം 250 കൂട്ടിയിട്ട്, ഒരു 30 ദിവസം 250 കൂട്ടിയിട്ട് നിന്റെ സാലറി നീ വേറെ വാങ്ങുമ്പോ ഈ അർഹതയില്ലാത്ത സ്വത്ത് ഒരൊറ്റ റിയാൽ അതിലേക്ക് അങ്ങ് കൂട്ടിക്കലർത്തുമ്പോഴേക്ക് അതിൽ പോലും ബർക്കത്ത് പോയി പോവുകയാണ്. അല്ലാഹു തആല ഹലാലായിട്ട് നിനക്ക് നൽകിയതിൽ പോലും ഈ ഹറാമ് നീ അങ്ങ് കൂട്ടുമ്പോ ഉള്ള ബർക്കത്തും നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെ സമ്പാദിക്കുന്ന സമ്പാദ്യം അല്ലാഹു പൊരുത്തപ്പെടുമോ? ഇല്ലേ ഇല്ല. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപജീവന മാർഗം കച്ചവടമായിരുന്നു. വസ്ത്ര കച്ചവടം. കച്ചവടത്തിന് കുഴപ്പമൊന്നുമില്ല, നല്ലൽക്കാണെങ്കിൽ നല്ല ബർക്കത്തുണ്ടാവില്ല, ഒരു കുഴപ്പമില്ല. നല്ലൽക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വിനിയോഗത്തിന്റെ മാർഗം പറയണം. സമയം വളരെ കുറവാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നു. ഇങ്ങനെ മാറിപ്പോകണം. ഒറ്റ കാര്യം കൂടി പറയട്ടെ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വസ്ത്ര വ്യാപാരം നടത്തിയിട്ട് കുടുംബത്തെ പോറ്റിയ മഹാനാണ്. ഒരു ദിവസം വസ്ത്രം വിൽക്കാൻ വേണ്ടിയിട്ട് മഹാനവറുകൾ പറഞ്ഞയച്ച ആള് 70 ജോഡി വസ്ത്രം കൊണ്ടുവന്നു. ദർശനം നടത്തുന്നവർക്ക് 70 ജോഡി കൊണ്ടുവന്നപ്പോ ആ 70 ജോഡി മഹാനവറുകൾ ഓരോന്നും ഇങ്ങനെ എടുത്തു നോക്കിയപ്പോ ഒന്നിൽ ചെറിയ പഴക്കം കാണുന്നു, ഒറ്റ ജോഡിയിൽ പഴക്കം കാണുന്നു, ചെറിയൊരു കുറവൊക്കെ കാണുന്നുണ്ട് ഒരു ജോഡിയിൽ. അതിങ്ങനെ കണ്ടപ്പോ ആ വിൽക്കാൻ പോകുന്ന ആളോട് പറഞ്ഞു, ഈ ഒരു ജോഡി വസ്ത്രം പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. വാങ്ങുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇതിൽ ഇങ്ങനെയും കുഴപ്പമുണ്ട്, നമുക്ക് പറ്റുമെങ്കിൽ വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ വാങ്ങണ്ട എന്ന് പറഞ്ഞു കൊടുക്കണം. വിൽപ്പനക്കാരനോട് പറഞ്ഞു. വിൽപ്പനക്കാരൻ മാത്രമല്ലല്ലോ, വാങ്ങുന്ന ആളും നോക്കൂലേ. ഒരൊറ്റ തുണി വാങ്ങുന്ന ആൾ എത്ര തുണി വലിച്ചിടും വാങ്ങാൻ? സ്വാഭാവികല്ലേ. നമ്മളിപ്പോ ഒരു ഷർട്ട് പീസ് ആണെങ്കിൽ ഒരു ഷർട്ട് പീസ് നോക്കിയിട്ട് മതിയാക്കോ? ഇല്ലല്ല, ഒരു 10-25 നമ്മൾ നോക്കും, ഇങ്ങനെ മാറി മാറി നോക്കും, നമുക്ക് പറ്റിയത് നമ്മൾ എടുക്കും. അങ്ങനെയല്ലേ സാധാരണ ചെയ്യാറുള്ളത്. വാങ്ങുന്ന ആരും നോക്കൂലേ. പക്ഷെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇത് പറഞ്ഞു വെക്കണം. ഈ ഒരു ജോഡിക്ക് ചെറിയ പഴക്കം തോന്നുന്നുണ്ട്, കേടായിട്ടൊന്നുമില്ല, ഉപയോഗിക്കാൻ പറ്റും, പഴക്കം തോന്നുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു വെക്കണം. ബാക്കി 69 ജോഡി വസ്ത്രത്തിന് കുഴപ്പമില്ല. അദ്ദേഹം വസ്ത്രം ഫുള്ള് വിറ്റു. 70 ജോഡിയും വിറ്റു. വിറ്റിട്ട് എത്ര കിട്ടി ലാഭം? 30,000 ദിർഹം. നല്ലോണം കേട്ടോളൂ, 30,000 ദിർഹം ലാഭവുമായിട്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടുത്ത് വന്ന് വിറ്റോന്ന് ചോദിച്ചു. വിറ്റു എന്ന് പറഞ്ഞു. അപ്പൊ മഹാനവറുകളുടെ ചോദ്യം, ഒരു പഴക്കം തോന്നിയ ജോഡിയുണ്ടായിരുന്നില്ലേ, നീ അത് പറഞ്ഞിട്ടാണോ വിറ്റത്? വിൽപ്പനക്കാരൻ പറഞ്ഞു, അല്ല, ഞാനത് മറന്നുപോയി, ഒരൊറ്റ ജോഡി വസ്ത്രം പറയാൻ വിട്ടുപോയി. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, നീ വിറ്റ ഒന്നിന്റെയും കാശ് എനിക്ക് വേണ്ടേ വേണ്ട. ഒരു ജോഡിയുടെ അല്ല, 70 ജോഡിയുടെ കാശും 30,000 ദിർഹവും നീ ഉദ്ദേശിച്ച രൂപത്തിൽ നീ ചെലവാക്കിക്കോ, എനിക്കത് വേണ്ട. ഒരൊറ്റ ദിർഹം പോലും സ്വീകരിച്ചില്ല. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, നീ എന്റെ പണിക്കാരനായിട്ട് വേണ്ട, നിന്നെ വിശ്വസിക്കാൻ കൊള്ളൂല. വിശ്വസ്തനാണെങ്കിൽ നീ അത് പറഞ്ഞ് വിൽപ്പന നടത്തണ്ടേ? ഒരൊറ്റ ജോഡിയല്ലേ പറയാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളൂ, നീ അത് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നീ എന്റെ ഖിറാലില്, എന്റെ ലാഭക്കൂറ് കച്ചവടത്തില് ആമിലായിട്ട് നീ വേണ്ട, നീ അങ്ങ് പോയിക്കോ, നിന്നെ ഞാൻ ഒഴിവാക്കി, ഞാൻ വേറെ ആളെ സ്വീകരിച്ചോളാ. 30,000 ദിർഹമിൽ നിന്ന് ഒരൊറ്റ ദിർഹം പോലും മഹാനവറുകൾ സ്വീകരിച്ചില്ല. എന്തേ കാരണം? പറ്റാത്ത ഒന്ന് കൂടിക്കലർന്നപ്പോ അത് സ്വീകരിച്ചാൽ പിന്നതില് ബറക്കത്ത് ലഭിക്കൂല.
അനർഹമായ രൂപത്തില് 1 റിയാലോ 2 റിയാലോ പോക്കറ്റിലാക്കിയിട്ട് മാസം 2000 റിയാല് ഹലാലായ രൂപത്തിൽ ശമ്പളം പറ്റുമ്പോ അനർഹമായ രൂപത്തിൽ പോക്കറ്റിലാക്കിയ 2 റിയാല് കൊണ്ട് നിന്റെ 2000-ന്റെ ബറക്കത്തും പോയി, 10,000-ന്റെ ബറക്കത്തും പോയി. ഒരൊറ്റ ഒന്നിലും ബറക്കത്ത് കിട്ടൂല. പിന്നെ പറയട്ടെ, ഏൽപ്പിച്ച പണിയിൽ നിന്ന് ചുരുക്കിയിട്ട്, ഏൽപ്പിച്ച പണിയിൽ നിന്ന് കുറവ് വരുത്തിയിട്ട് ലാഭമുണ്ടാക്കുന്ന ഏർപ്പാട് പച്ച ഹറാമാണ്. എന്താ പണി? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ്. നല്ല കേറ്ററിംഗിന്റെ ഫുഡിന്റെ സർവീസാണ്. ഫുഡ് വെക്കുന്നവരൊന്നും എന്നോട് പ്രശ്നാക്കണ്ടട്ടോ, നല്ല പണിയാണ്. നല്ല നിലക്കാണെങ്കിൽ നല്ല പണിയാണ്, കെട്ട നിലക്കാണെങ്കിൽ കെട്ടതാണ്. ഇവനെന്താ പണി? ഏത് മന്തി ഉണ്ടാക്കി കൊടുക്കും. ഒട്ടക മന്തി ഉണ്ടാക്കും, ആടുമന്തി ഉണ്ടാക്കും, പോത്ത് മന്തി ഉണ്ടാക്കും. ഏത് മന്തി ഉണ്ടാക്കാനും ആള് ഉഷാറാണ്. അപ്പൊ ഒരു അറബിയത അവനെ സമീപിച്ചിട്ട് പറയുന്നു, എന്റെ മോന്റെ കല്യാണമാണ്, ഒരു 25 ആടിനെ കൊണ്ടുവന്നു തരാം, അതിനുള്ള റൈസും മന്തിയുടെ റൈസും കൊണ്ടുവരാം, നല്ലൊരു മന്തി നീ ഉണ്ടാക്കി തരണം. സുബ്ഹാനല്ലാഹ്, അവൻ പിറ്റത്തെ ദിവസമാകുമ്പോഴേക്ക് മന്തി റെഡിയാക്കി 25-ന്റെ ബില്ലും കൊടുത്തു. 20 ആടേ വെട്ടി ശരിയാക്കിയിട്ടുള്ളൂ, 5 എണ്ണം മാറ്റി വെച്ചു. മറിച്ച് വിൽപ്പന നടത്താനാണ്, മന്തി ഉണ്ടാക്കാനാണ്. 25-നുള്ള റൈസിന് 20 ആടിനെ മന്തിയാക്കി കൊടുത്തിട്ട് 25-ന്റെ കാശ് വാങ്ങിയത് തെറ്റ്, 5 എണ്ണം പൊക്കിയത് തെറ്റ്, 25 എന്ന് പറഞ്ഞത് തെറ്റ്. എന്തെല്ലാം തെറ്റാണ് സഹോദരങ്ങളെ! സമ്പാദനം തീരെ ശരിയല്ല.